ഒന്നുകൂടി പറയാം. കേവലം 3-4 വർഷം കൊണ്ട് ഇന്ത്യയാകെ ഡിജിറ്റലൈസ് ചെയ്ത നമ്മൾ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് ഗ്ലോബലാണ്. DPIG, അതായത് ഗ്ലോബൽ സൗത്തിലെ ഡിജിറ്റൽ എംബസികൾ നിർമ്മിക്കുന്ന ഇന്ത്യ. ലോകത്തിന് വേണ്ട ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന ഇന്ത്യ. അതിൻ്റെ രാഷ്ട്രീയം എന്തെന്നാൽ വെസ്റ്റേൺ ബാങ്കിംഗ് സിസ്റ്റത്തെയും ചൈനീസ് നിരീക്ഷണങ്ങളെയും ബൈപ്പാസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ $1 ട്രില്യൺ ട്രേഡ് കോറിഡോർ തുറക്കാനും നമുക്കതിൻ്റെ മേധാസ്ഥാനത്ത് നിൽക്കാനും അതുവഴി കഴിയും. ഇനിയുമുണ്ട് ഏറെ. ഒന്ന് മാത്രം പറയാം. കുരുടൻ ആനയെ കണ്ട പോലെ നമ്മുടെ വലിപ്പം കാണാതെ രാജ്യത്തെ ഇകഴ്ത്താൻ നിൽക്കരുത്. ആ സമയം കൊണ്ട് ഈ വലിയ രാജ്യം തുറന്നിടുന്ന വിപണി സാധ്യതകളിൽ ഒരു കടുകുമണിയോളമെങ്കിലും ചേർന്ന് നിൽക്കുക. ഞാനീ പറഞ്ഞ സാധ്യതകളിൽ ഇന്ത്യ വളരുന്നത് സംരംഭകരുടെയും ആശയമുള്ളവരുടെയും ടെക് ടാലൻറ്റിൻ്റെയും ഒക്കെ ബലത്തിലാണ്. മാറി നിന്ന് പരിഹസിക്കുന്നവർക്കല്ല, മാറ്റമറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെയാണ് ഇന്ന് രാജ്യത്തിന് വേണ്ടത്. അല്ല, അങ്ങനെയുള്ളവർക്കാണ് ഈ രാജ്യം വേണ്ടത്. കാരണം 2047 നമുക്ക് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാനുള്ളതാണ്.